ഹായ് ഫ്രണ്ട്സ്, മഴതൊരു മുംബൈയിലെ നാളത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലചന്ദ്രൻ തൻ്റെ മകളോട് വിഷമങ്ങളെല്ലാം പറഞ്ഞു. ഒരുപാട് ആശ്വാസമാകുന്നുണ്ട് ബാലചന്ദ്രന്. കാരണം തനിക്കും അലീനയ്ക്കും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളെല്ലാം മറ്റൊരാളോട് കൂടി തുറന്നു പറഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമായിരുന്നു ബാലചന്ദ്രന്. തനിക്ക് കൂട്ടായിട്ട് തൻ്റെ മകളുണ്ടല്ലോ വൈജയന്തിയുടെ ഭാഗത്ത്, ഇനി അവൾ നിൽക്കില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണമോളും ബാലചന്ദ്രനും വീട്ടിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ അലീനയും ഇനി അനാഥയാക്കാൻ കൃഷ്ണ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃഷ്ണ തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം വൈജയന്തിക്കാണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. എന്ത് പറ്റി? വൈജയന്തിക്ക് ഒരു സമാധാനമില്ല. സഹോദരനെ വിളിച്ചിട്ട് രാജീവിനോട് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ അലീനയെ കണ്ടു കാണുമോ, അവളെയും കൂട്ടി ഇങ്ങോട്ടെങ്ങാനും വരുമോ, അതോ മറ്റെവിടെയെങ്കിലും പോകുമോ? അപ്പം രാജീവൻ ചോദിക്കുന്നുണ്ട്, അത് നിനക്കെന്താ വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീ എന്താ ഒന്നും അറിയാത്ത കൂട്ടി ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വൈജയന്തി ദേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം രാജീവൻ പറയുന്ന അയാളെ കണ്ടുപിടിക്കാൻ ഒരു മാർഗവുമില്ല, എന്ത് ചെയ്യാനാ? മനു പറഞ്ഞപ്പോഴാ കാര്യം മനസ്സിലായി. അത് മനു എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് വൈജയന്തി. അപ്പോൾ പറയുന്നു, മനു പറഞ്ഞ് അവളും ബാലചന്ദ്രനും പരാതി കൊടുത്താൽ നമ്മൾ കുടുങ്ങുമെന്ന്. അപ്പം പറയുന്നുണ്ട്, ഓ അങ്ങനെയൊന്നും കൊടുക്കുകയൊന്നും ഇല്ല, കാരണം അങ്ങേർക്ക് അതിനുള്ള ബുദ്ധിയും സാമർഥ്യമൊന്നും ഇല്ല. അതുകൊണ്ട് അതേക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ ടെൻഷൻ എന്ന് വെച്ചാൽ പിന്നെ അലീനയും കൊണ്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങോട്ടെങ്ങനെ കയറി വരുമോ, അപ്പം എൻ്റെ ഒരു അവസ്ഥ എന്താകും എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഇങ്ങനെ വൈജയന്തി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ രാജീവിനെ ഫോണെല്ലാം വിളിച്ച് കഴിഞ്ഞിട്ട് വൈജയന്തി ഫോണെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാലുണ്ടല്ലോ, അലീന ചായയും കൊണ്ട് വരുന്നതാണ് കേട്ടോ. അപ്പം ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ എന്താണ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയും, സാരമില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, ഞാനുമായിട്ട് അടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേഡം പ്രശ്നമുണ്ടാക്കും. ബാലചന്ദ്രൻ പറയുന്നു, നീ അവിടെ തന്നെ വരണം, ഒരു പാവത്തിനെ പോലെ ഒന്നും നീ ഇരിക്കാതെ കൊണ്ട് നീ അവിടെ തന്നെ വരണം. വന്നിട്ട് അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നിനക്കുണ്ട്, ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ഇതായിട്ടും നീ അവിടെ വന്ന് നിൽക്കുക, നിനക്ക് ആരെയും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്ത് വേണം. അതിൻ്റെ ഇടയ്ക്ക് വൈജയന്തി മനുവിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. മനു ദേഷിച്ചൊക്കെ ഫോൺ വെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെയും കൃഷ്ണയെയും വീട്ടിലേക്ക് പോകാനായിട്ട് അവർ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ വൈജയന്തിക്ക് വിഷമിച്ചിരിക്കുന്നത്. അങ്ങനെ ബാലേന്ദ്രൻ എന്തായാലും കൃഷ്ണയെയും അലീനയുമായിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അപ്പം അലീനയ്ക്ക് നല്ലൊരു പേടിയുണ്ട്, കാരണം വൈജയന്തിയുടെ കാര്യത്തിൽ എങ്ങനെ മുഖത്ത് നോക്കും, വൈജയന്തി എന്ത് പറയും, അങ്ങനെയൊക്കെ ഓർത്തിട്ട് അലീനയ്ക്ക് നല്ല ഭയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മനു വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മനുവിനോട് പറയും, നീ സ്പോട്ട് ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. പിന്നെ പറയും ബാലേന്ദ്രൻ, കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അലീന എന്ത് ചെയ്യാനാണ് പ്ലാന് എന്ന് ഇങ്ങനെ മനു ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം മനുവിനോട് ബാലേന്ദ്രൻ പറയും, എന്ത് ചെയ്യാനാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകും, കാരണം എൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്ത്രീധനം കൊണ്ടോ ഒന്നുമല്ല വീട് വെച്ചേക്കുന്നത്, എൻ്റെ വിയർപ്പിൽ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. അതിനകത്ത് നിൻ്റെ അച്ഛനോ നിൻ്റെ ചിറ്റപ്പനോ അച്ഛനോ ആരും ഒന്നും പറയാനില്ല. എൻ്റെ വീട്ടിൽ വന്ന് അവൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് മനു ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എന്തായാലും കാര്യങ്ങളെല്ലാം കൃഷ്ണ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ബാലേന്ദ്രനും അലീനയ്ക്കും അറിയാവുന്ന കാര്യങ്ങൾ കൃഷ്ണ അറിഞ്ഞിട്ടുണ്ട്. കൃഷ്ണ അറിഞ്ഞ കാര്യങ്ങൾ ഉടനെ തന്നെ മനുവും അറിയാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. സാധ്യതയുണ്ട് കേട്ടോ, മനു അറിയുന്നുണ്ട്. അപ്പോൾ ഉടനെ അത് മനു അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കഥ പോകുന്നത്. അപ്പം ഈ സീരിയൽ ഞാൻ ഈ പറയുന്നതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അതുപോലെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും തരിക. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ, സി യു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നേർന്നുകൊണ്ട് ഞാൻ ഇതിവിടെ അവസാനിക്കുന്നു. ഇനി അടുത്ത പ്രമോവായിട്ട് നമുക്ക് നാളെ കാണാം.